വെൽക്കം ടു മൈ ക്ലാസ് റൂം. ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 6 6ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കാണ്. അതിലെ യൂണിറ്റ് 4 വർക്ക് ഈസ് വർഷിപ്പ്, ജോലി ആരാധനയാണ്. അല്ലേ? നമ്മൾ ദൈവത്തോട് ആരാധനയുണ്ട്, നമ്മൾ പൂജ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ജോലി എന്താണ്? ഒരു ആരാധനയാണ്. Here are some pictures with dialogues. Read them carefully and answer the questions that follow. അപ്പോൾ ഇവിടെ കുറേ ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ? അവർ സംസാരിക്കുന്ന കോൺവേഴ്സേഷൻസ് ആണ്, ഡയലോഗ്സ് ആണ്. അപ്പോൾ നമുക്ക് വായിക്കാം. ഹലോ ഫ്രണ്ട്സ്, കം ആൻഡ് എൻജോയ് ദ സമ്മർ ഡിലൈറ്റ്സ്. ആരാണത് പറഞ്ഞത്? പുൽപ്പോന്താണ് അല്ലേ? എന്താണ്? ആരെയാണ് വിളിക്കുന്നത്? ആൻസിനെയാണ് വിളിക്കുന്നത്. കൂട്ടുകാരെ വരൂ, നമുക്കെന്താണ് ഈ വേനൽക്കാലത്ത് എൻജോയ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൻസ് എന്താണ് മറുപടി പറഞ്ഞത്? നോ, വി മസ്റ്റ് കളക്ട് ഫുഡ് ഫോർ ദ റെയിനി സീസൺ. പറ്റില്ല, ഞങ്ങൾക്ക് എന്താണ് മഴക്കാലത്തിന് വേണ്ടി ഫുഡ് കളക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഗ്രാസ് കോപ്പർ എന്താണെന്ന് പറഞ്ഞത്? വൈ ബോദർ അബൌട്ട് റെയിനി ഡേയ്സ്, വി ഹാവ് പ്ലെൻറ്റി ഓഫ് ഫുഡ് നൗ. എന്താണ് പറഞ്ഞത്? നമ്മൾ എന്തിനാണ് ഇപ്പോൾ റെയിനി ഡേയ്സിനെ കുറിച്ച് ആലോചിക്കുന്നത്? ഇപ്പം നമുക്ക് ഒരുപാട് ഫുഡില്ലേ? അപ്പം ആൻഡ് എന്താണ് മറുപടി പറഞ്ഞത്? വി ഹാവ് നോ ടൈം ടു പ്ലേ, വി ഹാവ് ടു ഫിനിഷ് അവർ ഡ്യൂട്ടീസ്. ഞങ്ങൾക്ക് കളിക്കാനുള്ള ഒരു സമയം പോലുമില്ല. ഞങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്? ഞങ്ങളുടെ ഡ്യൂട്ടീസ് അല്ലേ, ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ഫിനിഷ് ചെയ്യാൻ ഉണ്ട് എന്നാണ് ആൻസ് പറഞ്ഞത്. വൈ ഡു ദ ആൻസ് വർക്ക് ഹാർഡ്? എന്തുകൊണ്ടാണ് ഉറുമ്പുകൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നത്? കാരണം മഴക്കാലം ആകുമ്പോൾ അവർക്ക് ഭക്ഷണം തേടി പുറത്താകാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ആ സമയത്തിന് വേണ്ടിയുള്ള ഫുഡും കൂടി എന്താണ് അവരിപ്പോൾ സംഭരിക്കുകയാണ്. വാട്ട് ഡു യു തിങ്ക് വിൽ ഹാപ്പൻ ഡ്യൂറിങ് ദ റെയിനി ഡേയ്സ്? അപ്പോൾ റെയിനി ഡേയ്സിൽ എന്ത് സംഭവിക്കുമെന്നാണ് കൂട്ടുകാർ ആലോചിക്കുന്നത്? ഇഫ് യു ഹാപ്പൻ ടു സീ ദ ഗ്രാസ് ഹോപ്പർ, വാട്ട് അഡ്വൈസ് വിൽ യു ഗീവ്? നിങ്ങൾ ഗ്രാസ് ഹോപ്പറിനെ കാണാൻ ഇടവന്നാൽ നിങ്ങൾ എന്ത് അഡ്വൈസാണ് കൊടുക്കുക? നൗ ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൻ ഹിയർ. വാട്ട് ആർ ദീസ് പീപ്പിൾ ഡൂയിങ്? എന്താണ് അവർ ചെയ്യുന്നത്? അവരുടെ ഓരോ ഡ്യൂട്ടീസാണ് ചെയ്യുന്നത് അല്ലേ? ഹു ഡസ് ദ വർക്ക് അറ്റ് ഹോം? ആരൊക്കെയാണ് വീട്ടിൽ വർക്ക് ചെയ്യുന്നത്? എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? ആർ ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി റെസ്പോൺസിബിൾ ഫോർ ദ വർക്ക് ഹിയർ? അപ്പോൾ ഇവിടെ ചെയ്യുന്ന ജോലികളിൽ എല്ലാ മെമ്പേഴ്സും അല്ലേ, ആ കുടുംബത്തിലെ എല്ലാ വ്യക്തികളും റെസ്പോൺസിബിൾ ആണോ? ആണല്ലേ? The grain as big as a hen's egg. കോഴിമുട്ടയോളം വലിപ്പം വരുന്ന ധാന്യം. Farming is not merely an act of cultivating crops. അപ്പോൾ ഫാമിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു ഇത് മാത്രമല്ല. പിന്നെന്താണ്? ഇറ്റ് ഗ്ലോറിഫൈസ് ലേബർ, ഹെൽപ്സ് ടു ഡെവലപ്പ് a concern for fellow beings and brings about a perfection to human lives. അതെന്താണ് പ്രശംസിക്കുന്നത്? നമ്മുടെ കായികാധ്വാനം അല്ലേ, തൊഴിലാളി വർഗത്തെയാണത് പ്രശംസിക്കുന്നത്. അതുമാത്രമല്ല, ഫാമിംഗ് മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു പെർഫെക്ഷനിലേക്ക് കൊണ്ടുപോകുന്നത് ഒന്നാണ്. റീഡ് ദ സ്റ്റോറി ആൻഡ് റിയലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിംഗ് ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ അവർ ലൈഫ് ആൻഡ് കൾച്ചർ. അപ്പം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കൾച്ചറിലും പാരമ്പര്യത്തിലും എങ്ങനെയാണ് ഫാമിങ്ങിന് അത്രയും ഇമ്പോർട്ടൻസ് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു കഥയാണത്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം. ദ ഡിസ്കഷൻ. വൺ ഡേ സം ചിൽഡ്രൻ ഫൗണ്ട് ഇൻ എ ravine an object shaped like a grain of corn with a groove down the middle but as large as a hen's egg. അപ്പോൾ കുറച്ച് കുട്ടികൾ ഒരു ദിവസം മലയിടുക്കിലേക്ക് പോകുന്ന സമയത്ത് അവരൊരു സാധനം കണ്ടെത്തി. അതെങ്ങനെയാണ് കാണാനായിട്ട് അതിൻ്റെ ഷേപ്പ്? എ ഗ്രെയിൻ ഓഫ് കോൺ, അതായത് ഒരു ധാന്യമണിമാരിയായിരുന്നു കാണാനായിട്ട്.
with a groove down the middle. സെൻറ്ററിൽ എന്തുണ്ട്? ഒരു ചാലുമുണ്ട്. But as large as a hen's egg. പക്ഷേ അതെന്താണ്? ഒരു മുട്ടയോളം, ഒരു കോഴിമുട്ടയോളം വലിപ്പമുണ്ടായിരുന്നു. A traveler passing by saw it. അപ്പോൾ ആ കുട്ടികൾ ഇത് എടുത്തിട്ട് കൊണ്ടുപോകുന്നത് അതിൽ കൂടെ പോകുന്ന ഒരു ട്രാവലർ കണ്ടു. He bought it from the children for a penny. അപ്പോൾ ആ കുട്ടികളുടെ നിന്ന് അയാൾ എന്ത് ചെയ്തു? അത് വാങ്ങിച്ചു. ഒരു പെന്നിക്കാണ് വാങ്ങിച്ചത്. പെന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗണ്ടിലെ 100-ലെ ഒരു പങ്കാണ് പെന്നി എന്ന് പറയും. ഇപ്പോൾ നമ്മൾ എന്താണ് 1 രൂപ 100 രൂപൻ്റെ ഒരു ഭാഗം എന്ന് പറയില്ലേ, അതേമാതിരിയാണ് ഒരു പെന്നി എന്ന് പറയുന്നത്. He took it to the town and sold it to the king as it was a curious one. അപ്പോൾ അതൊരു അത്ഭുതകരമായിട്ടുള്ളൊരു വസ്തു ആയതുകൊണ്ട് തന്നെ അയാൾ ടൗണിലേക്ക് കൊണ്ടുപോയ ശേഷം അത് ആർക്കാണ് വിറ്റത്? രാജാവിനാണ് വിറ്റത്. The king called all his wise men and told them to find out what the thing was. അപ്പോൾ രാജാവ് അവിടെയുള്ള എല്ലാ പണ്ഡിതന്മാരെയും വിളിച്ചുകൊണ്ട് പറഞ്ഞു, എന്താണ് ഈ സാധനം എന്താണെന്ന് കണ്ടെത്തി തരാൻ പറഞ്ഞു. The wise man thought and thought but couldn't make head or tail of it. അപ്പോൾ ആ പണ്ഡിതൻ കുറേ ആലോചിച്ചു, പക്ഷേ ഇതിനൊരു തലയോ വാലോ എന്ത് ചെയ്യാൻ പറ്റില്ല, കണ്ടെത്താനായിട്ട് സാധിച്ചില്ല അല്ലേ? A few days later, when the thing was laying on a window sill, a hen flew in and pecked at it till she made a hole in it. അപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം അപ്പോൾ ആ ധാന്യം അല്ലേ, ആ ഗ്രെയിന് എവിടെയാണ് കണ്ടത്? ജെല്ലിൻ്റെ അവിടെയാണ് ഇരുന്നത്. അപ്പോൾ അവിടെ ഒരു കോഴി പറന്നു വന്ന് അതിനെ കൊത്തി എന്താക്കി? ഹോളാക്കി. Then everyone saw that it was a grain of corn. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അതൊരു ധാന്യമണിയാണെന്ന്. The wise man went to the king and said. അപ്പോൾ ആ പണ്ഡിതൻ രാജാവിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇറ്റ് ഈസ് എ ഗ്രെയിൻ ഓഫ് കോൺ. ഇതൊരു കോണിൻ്റെ ധാന്യമാണ് എന്ന് പറഞ്ഞു. At this the king was much surprised. അപ്പോൾ രാജാവിന് ഇപ്പോൾ ഭയങ്കര സർപ്രൈസായി നിൽക്കുകയാണ് അല്ലേ? He ordered the learned men to find out when and where such corn grew. രാജാവ് നല്ല അറിവുള്ള ആൾക്കാരനെ വിളിച്ചുകൊണ്ട് ഓർഡർ ചെയ്തു, ഇത് എപ്പോഴാണ് എവിടെയാണ് ഈ കോൺ ഗ്രൂ ചെയ്തത്, വളർന്നത് എന്ന് കണ്ടെത്തണമെന്ന് രാജാവ് ഓർഡർ ചെയ്തു. The learned men pondered again and searched in their books but could find nothing about it. അറിവുള്ള ആൾക്കാർ എന്ത് ചെയ്തു? അഗാധമായി ചിന്തിക്കാൻ തുടങ്ങി. അവർക്ക് കയ്യിലുള്ള എല്ലാ ബുക്സും അവർ സെർച്ച് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഒന്നും അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. So they returned to the king and said. അപ്പോൾ അവർ രാജാവിൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, We can give you no answer. There is nothing about it in our books. You will have to ask the peasants. Perhaps some of them may have heard from their fathers when and where a grain grew to such a size. അവർ രാജാവിൻ്റെ അടുത്തേക്ക് വന്ന് എന്താണ് പറഞ്ഞത്? We can give you no answer. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഉത്തരവും നൽകാനാവില്ല. There is nothing about it in our books. ഞങ്ങളുടെ കയ്യിലുള്ള ബുക്കിൽ ഒന്നും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. You will have to ask the peasants. നിങ്ങൾ ഇതാരോട് ചോദിക്കണം? കർഷകരോട് ചോദിക്കണം. Perhaps some of them may have heard from their fathers. അപ്പോൾ അതിലേതെങ്കിലും കർഷകന്മാർ ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യാം, അവരുടെ അച്ഛനിൽ നിന്ന് കേട്ടിട്ടുണ്ടാവാമായിരിക്കാം. When and where a grain grew to such a size. എപ്പോഴാണ് എവിടെയാണ് ആ ഗ്രെയിന് അല്ലേ, ഒരു ധാന്യം അത്രയും വലിപ്പമാകുന്നത് എന്ന് മനസ്സിലാക്കാൻ ആരോട് ചോദിക്കണമെന്നാണ് അവർ പറഞ്ഞത്? കർഷകരോട് ചോദിക്കണമെന്നാണ് പറഞ്ഞത്. So the king gave orders that some very old peasants should be brought before him. അപ്പോൾ രാജാവ് ഓർഡർ ചെയ്തു, എന്താണ്, നല്ല വയസ്സായ കർഷകരെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ.
His servants found one such man and brought him to the king. അദ്ദേഹത്തിൻ്റെ സെർവൻസ്, അതായത് ജനസേവകർ, അങ്ങനെ ഒരാളെ കണ്ടുപിടിച്ച് രാജാവിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. He was old and bent, pale and toothless. അയാൾ കാണുന്ന എങ്ങനെയാണ്? ഭയങ്കര വയസ്സായിട്ടുണ്ട് അല്ലേ, വളഞ്ഞു കൊത്തിയാണ് നിൽക്കുന്നത്. പിന്നെയോ വിളർത്ത മുഖമാണ്, പല്ലുമില്ലാത്ത ആളാണ്. He could just manage to totter into the king's palace with the help of crutches. അപ്പം അയാൾ പാലസിലേക്ക് എത്താൻ എന്ത് ഹെൽപ്പോടു കൂടിയാണ് വന്നത്? ഒരു താങ്ങുവടിൻ്റെ ഹെൽപ്പോടു കൂടിയാണ് അയാൾ പാലസിലേക്ക് എത്തിയത്. The king showed him the grain, but the old man could hardly see it. അപ്പോൾ രാജാവ് ആ ധാന്യം അയാൾക്ക് കാണിച്ചു കൊടുത്തു. പക്ഷെ ആ വയസ്സായ ആൾക്ക് എന്താണ്, അത്ര നേരെ ക്ലിയർ ആയിട്ടൊന്നും കാണുന്നില്ല. പക്ഷെ എന്തോ അങ്ങനെയൊക്കെയോ അയാൾ കണ്ടു. He took it, however, and felt it with his hands. അപ്പോൾ അയാൾ അത് കയ്യിലെടുത്തു, എന്നിട്ട് കൈവളി വെച്ചിട്ട് അതെന്താണെന്ന് തൊട്ട് അറിയുകയാണ്. The king questioned him, saying, അപ്പോൾ രാജാവ് ക്വസ്റ്റ്യൻ ചോദിച്ചു, Can you tell us, old man, where such grains grew? Have you ever bought such corn or sow it in your field? അപ്പോൾ രാജാവ് ചോദിച്ചു, അപ്പം നിനക്ക് പറയാൻ പറ്റുമോ ഇങ്ങനെയുള്ള ധാന്യങ്ങൾ എവിടെയാണ് വളരുന്നത് എന്ന്? പിന്നെ എന്താണ് ചോദിച്ചത്? നീ ഇങ്ങനത്തെ കോണ് അല്ലേ വാങ്ങിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അഥവാ നീ നിൻ്റെ ഫീൽഡിൽ വിതച്ചിട്ടുണ്ടോ എന്ന് രാജാവ് ചോദിച്ചു. The old man was so deaf that he could hardly hear what the king said and only understood with great difficulty. അപ്പോൾ അയാൾ എന്താണ്, ഡെഫാണല്ലേ, അതുകൊണ്ട് അത്ര കേൾവിശക്തിയും ഇല്ല. അപ്പോൾ അയാൾ എന്തൊക്കെയോ പകുതി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കേട്ടു രാജാവ് എന്താണ് പറഞ്ഞതെന്ന്. എന്നിട്ട് എന്തൊക്കെയോ അയാൾ അതൊന്ന് മനസ്സിലാക്കിയെടുത്തു. എന്നിട്ട് അയാൾ ഉത്തരം പറയാണ്. എന്താണ് അത് രാജാവിനോട് പറഞ്ഞത്? നോ, ഹി ആൻസേർഡ് അറ്റ് ലാസ്റ്റ്. അവസാനം അയാൾ നോ എന്നാണ് ഉത്തരം പറഞ്ഞത്. I never sowed nor reaped any like this in my field, nor did I ever buy any such. അപ്പോൾ അയാൾ എന്താ പറഞ്ഞത്? ഞാൻ ഇങ്ങനത്തെ ഒരു സാധനം എൻ്റെ ഫീൽഡിൽ വിതച്ചിട്ടുമില്ല, കൊയ്തെടുത്തിട്ടുമില്ല. അതേമാതിരി തന്നെ ഇങ്ങനത്തെ ഒരു സാധനമോ ഞാൻ വാങ്ങിച്ചിട്ടുമില്ല എന്നാണ് ഓൾഡ് മാൻ പറഞ്ഞത്. When we bought corn, the grains were always as small as they are now. ഞങ്ങൾ എപ്പോഴാണോ കോൺ വാങ്ങുന്നത് അതിൻ്റെ ധാന്യങ്ങളെല്ലാം എപ്പോഴും ഭയങ്കര ചെറുതായിരുന്നു. ആസ് they are now, ഇപ്പോഴുള്ള മാതിരി ഭയങ്കര ചെറുതായിരുന്നു എന്നാണ് ആ ഓൾഡ് മാൻ പറഞ്ഞത്. But you might ask my father. പക്ഷെ താങ്കൾക്ക് വേണമെങ്കിൽ എൻ്റെ അച്ഛനോട് ചോദിക്കാം. He might know where such grains grew. ചിലപ്പോൾ അച്ഛനറിയാമായിരിക്കും അല്ലേ ഈ ധാന്യങ്ങൾ എവിടെയാണ് വളരുന്നത് എന്ന്. The great grandfather. The king sent for the old man's father and he was brought before him. അങ്ങനെ ആ ഓൾഡ് മാൻ്റെ ഫാദർ രാജാവിൻ്റെ അടുത്തേക്ക് എത്തി. He came walking on one crutch. അയാളും ഒരു തൂങ്ങുവടിയുമായിട്ടാണ് നടന്നു വന്നത്. The king showed him the grain and the old peasant, who was still able to see, take a good look at it. അങ്ങനെ രാജാവ് ആ ധാന്യം ഓൾഡ് മാൻ്റെ ഫാദറിന് കാണിച്ചു കൊടുത്തു. And the king asked him, എന്നിട്ട് രാജാവ് ചോദിച്ചു, Can you tell us, old man, where a corn like this used to grow? എന്നിട്ട് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ ഓൾഡ് മാൻ ഇങ്ങനെയുള്ള കോണ് എവിടെയാണ് വളരുന്നത് എന്ന്? Have you ever brought anything like it or sow it in your field? എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനത്തെ ഒരു സാധനം എപ്പോഴെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫീൽഡിൽ വിതച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു.
Though the old man was rather hard of hearing, he could hear better than his son. അയാൾ എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്, പക്ഷേ സണ്ണിനും കാട്ടി കുറച്ച് ബെറ്ററായിട്ട് കേൾക്കുന്നുണ്ട്. എന്നിട്ട് അയാൾ എന്താണ് മറുപടി പറഞ്ഞത്? നോ, ഹി സെഡ്. നോ എന്നാണ് മറുപടി പറഞ്ഞത്. I never sowed nor reaped any grain like this in my field. As for buying, I never bought any, for in my time money was not yet in use. അപ്പോൾ അയാൾ എന്താ പറഞ്ഞത്? ഞാൻ ഇങ്ങനത്തെ ഒരു ധാന്യം ഇതുവരെ വിതച്ചിട്ടുമില്ല, കൊയ്തെടുത്തിട്ടുമില്ല, വാങ്ങിച്ചിട്ടുമില്ല എന്നാണ് ആ ഓൾഡ് മാൻ്റെ അച്ഛനും മറുപടി പറഞ്ഞത്. Everyone grew his own corn, and when there was any need, we shared with one another. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരേ കോൺ തന്നെയാണ് വളർത്തുന്നത്. അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഞങ്ങൾ തമ്മിൽ ഷെയർ ചെയ്യുമെന്നും അയാൾ പറഞ്ഞു. I do not know where such kind of corn grew. പക്ഷേ എനിക്കറിയില്ല ഇങ്ങനത്തെ കോൺ എവിടെയാണ് വളരുന്നത് എന്ന്. Ours was larger and yielded more flour than the present day grain, but I never saw any like this. പിന്നെന്താണ് അയാൾ പറഞ്ഞത്? ഞങ്ങളുടെ ധാന്യങ്ങൾ ഭയങ്കര വലുതാണ്, അത് ഒരുപാട് ഫ്ലോർ അല്ലേ, പൊടി തരുമായിരുന്നു. ഇപ്പോൾ കിട്ടുന്ന ധാന്യത്തെക്കാളും ഒരുപാട് തരുമായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഒരു ധാന്യം അല്ലെ, ഇങ്ങനത്തെ ഒരു സാധനം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് ആ ഓൾഡ് മാൻ്റെ അച്ഛൻ മറുപടി പറഞ്ഞത്. I have, however, heard my father say that in his time the grain grew larger and yielded more flour. You had better ask him. എന്താണ് അയാൾ പറഞ്ഞത്? ഞാൻ എൻ്റെ അച്ഛൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താണ്? ധാന്യങ്ങളെല്ലാം അപ്പോൾ ഭയങ്കര വലുതാണ്, എൻ്റെ ഒരുപാട് ഫ്ലോർ തരുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് താങ്കൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? എൻ്റെ അച്ഛനോട് ചോദിക്കാം എന്ന് അയാൾ മറുപടി പറഞ്ഞു. So the king sent for the old man's father. അപ്പോൾ അയാളെ തേടി ആൾക്കാരെ രാജാവ് അയച്ചു. They found him and brought him before the king. അപ്പോൾ അവർ കണ്ടുപിടിച്ച് രാജാവിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. He entered walking easily and without crutches. അപ്പോൾ അയാൾ എങ്ങനെയാണ് നടന്നു വന്നത്? ഒരു തൂങ്ങുമടിയും ഇല്ലാതെയാണ് നടന്നു വന്നത്. His eyes were clear. അയാളുടെ കണ്ണുകൾ ഭയങ്കര ക്ലിയർ ആണ്. His hearing good. അയാളുടെ ചെവിക്ക് യാതൊരു പ്രശ്നവുമില്ല, നല്ല കേൾവിശക്തിയാണ് ഉള്ളത്. And he spoke distinctly. നന്നായിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. The king showed him the grain. അപ്പോൾ രാജാവ് അയാൾക്ക് ധാന്യം കാണിച്ചു കൊടുത്തു. And the old grandfather looked at it. അല്ലേ? അപ്പോൾ ആ ഓൾഡ് ഗ്രാൻഡ് ഫാദർ അതിലേക്ക് നോക്കി. And turned it about in his hand. അപ്പോൾ കൈ വെച്ച് നോക്കുകയാണ്. It is long since I saw such a fine grain, said he. And he bit a piece off and tasted it. It is the very same kind, he added. അപ്പോൾ അയാൾ എന്താണ് പറഞ്ഞത്? കുറേ നാളുകളായില്ലേ ഞാൻ ഇങ്ങനത്തെ ഒരു ഫൈനായിട്ട്, അതായത് ക്ലിയർ ആയിട്ടുള്ള ഒരു ധാന്യം കണ്ടിട്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്തു? അതിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് മുറിച്ചെടുത്തുകൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി. എന്നിട്ട് അയാൾ കൂട്ടിച്ചേർത്തി ഇത് അതേ ടേസ്റ്റാണ്, അതേപോലെയാണ് ഉള്ളത് എന്നാണ് ആ ഓൾഡ് ഗ്രാൻഡ് ഫാദർ രാജാവിനോട് മറുപടി പറഞ്ഞത്. The corn. Tell me, grandfather, began the king, when and where was such corn grown? Have you ever bought any like it or sow it in your field? അപ്പോൾ രാജാവ് ആ ഓൾഡ് ഗ്രാൻഡ് ഫാദറോട് പിന്നെയും ചോദിച്ചു, ഇങ്ങനത്തെ കോൺ എവിടെയാണ് അല്ലേ വളരുന്നത്? ഇത് നിങ്ങൾ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങളിത് വിതച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആൻഡ് ദ ഓൾഡ് മാൻ റിപ്ലൈഡ്. അപ്പോൾ എന്താണ് മറുപടി പറഞ്ഞത്? കോൺ ലൈക്ക് ദിസ് യൂസ്ഡ് ടു ഗ്രോ എവ്രിവെയർ ഇൻ മൈ ടൈം. എൻ്റെ സമയത്ത് ഇത് എല്ലാവിടെയും എന്തായിരുന്നു? വളരുന്ന ഒരു ടൈപ്പ് ഓഫ് കോൺ തന്നെയായിരുന്നു. I lived on corn like this in the days of my youth and fed others on it. അപ്പം ഞാൻ ചെറുപ്രായത്തിൽ യൂത്ത് സമയത്ത്, എൻ്റെ ചെറുപ്പകാല സമയത്ത്
എന്താണ് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് കോൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുതന്നെയാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, കഴിച്ചിരുന്നത്. ഇറ്റ് വാസ് സച്ച് എ ഗ്രെയിൻ ദാറ്റ് വി യൂസ്ഡ് ടു സോ റീപ്പ് ആൻഡ് ത്രഷ്. അപ്പം ഇതേ ടൈപ്പ് ഓഫ് ധാന്യം തന്നെയാണ് എന്തെന്ന് ഞങ്ങൾ വിതയ്ക്കാനും കൊയ്യാനും ഉപയോഗിച്ചിരുന്നത്. ആൻഡ് ദ കിങ് ആസ്ക്ഡ്, എന്നിട്ട് രാജാവ് ചോദിച്ചു, ടെൽ മീ ഗ്രാൻഡ് ഫാദർ, ഡിഡ് യു ബൈ ഇറ്റ് എനിവർ ഓർ ഡിഡ് യു ഗ്രോ ഇറ്റ് ഓൾ യുവർ സെൽഫ്? ഇത് എവിടെ നിന്നെങ്കിലും വാങ്ങിച്ചതാണോ, അല്ലെങ്കിൽ ഡിഡ് യു ഗ്രോ ഇറ്റ് ഓൾ യുവർ സെൽഫ്? അല്ലേ, നിങ്ങളിത് മൊത്തം നിങ്ങളാൽ വളർത്തിയെടുത്തതാണോ എന്ന് രാജാവ് ചോദിച്ചു. ദ ഓൾഡ് മാൻ സ്മൈൽഡ്. അപ്പോൾ ആ ഓൾഡ് മാൻ എന്താണ്, ചിരിച്ചു അല്ലേ. ഇൻ മൈ ടൈം ഹി ആൻസേർഡ്, എന്നിട്ട് മറുപടി പറയാണ്, നോ വൺ എവർ തോട്ട് ഓഫ് സച്ച് എ സിൻ ആസ് ബൈയിങ് ഓർ സെല്ലിംഗ് ബ്രെഡ് ആൻഡ് വി ന്യൂ നത്തിങ് ഓഫ് മണി. ഈച്ച് മാൻ ഹാഡ് ഇനഫ് കോൺ ഓൺ ഹിസ് ഓൺ. അപ്പം ഞങ്ങളുടെ ടൈമിൽ ഒരാൾക്കാർ എന്താണ് കൊടുക്കലോ വാങ്ങലോ എന്നതിനെ പറ്റി ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ഞങ്ങൾ മണീനെ കുറിച്ചുള്ള എന്താണ് ഒന്നും അറിയാത്ത ടൈം. ആ സമയത്തുള്ള ആളുകളുടെ കയ്യിൽ എന്താണ് ആവശ്യമുള്ള കോണിൻ്റെ അല്ലേ ആ ധാന്യങ്ങൾ ഉണ്ടായുമായിരുന്നു എന്ന് അയാൾ മറുപടി പറഞ്ഞു. Then tell me, grandfather, asked the king, where was your field? Where did you grow corn like this? രാജാവ് ചോദിച്ചു, എന്നാൽ താങ്കൾ പറയണം, എവിടെയാണ് താങ്കളുടെ ഫീൽഡ്, എവിടെയാണ് ഇങ്ങനത്തെ ഒരു കോൺ അല്ലേ ഗ്രോ ചെയ്തത്? ആൻഡ് ദ ഗ്രാൻഡ് ഫാദർ ആൻസേർഡ്, ഗ്രാൻഡ് ഫാദർ റിപ്ലൈ കൊടുത്തു, മൈ ഫീൽഡ് വാസ് ഗോഡ് എർത്ത്. അപ്പം എൻ്റെ ഫീൽഡ് ഏതാണ് അല്ലേ, ദൈവമാകുന്ന ആ ഭൂമിയാണ് അല്ലേ, എർത്താണ്. wherever I plowed, it was my field. ഞാൻ എവിടെയാണോ ഉഴുതുമറിക്കുന്നത് അതെൻ്റെ ഫീൽഡാണ്. ലാൻഡ് വാസ് ഫ്രീ, ലാൻഡ് എന്ന് പറയുന്നത് ഫ്രീ ആണ്. ഇറ്റ് വാസ് എ തിങ് നോ മാൻ കോൾഡ് ഹിസ് ഓൺ. ഇപ്പം ലാൻഡ് എന്ന് പറയുന്ന ആ വസ്തു എന്താണ് ആരും സ്വന്തമാണെന്ന് പറയില്ല. ലേബർ വാസ് ദ ഓൺലി തിങ് മെൻ കോൾഡ് ദെയർ ഓൺ. എന്താണ് അവരുടേതെന്ന് പറയുന്നത്, അവരുടെ ലേബർ, അവരുടെ ആ കഠിനാധ്വാനം അല്ലേ, അതാണ് അവരുടേതെന്ന് അവർ പറയുന്നത്. ആൻസർ മീ 2 more questions, said the king. അപ്പോൾ രാജാവ് എന്താണ് ചോദിച്ചത്, എൻ്റെ 2 ക്വസ്റ്റ്യനും കൂടി നീ ഉത്തരം നൽകിയാലും. ദ ഫസ്റ്റ് ഈസ്, ആദ്യത്തെ എന്താണ്, വൈ ഡിഡ് ദ എർത്ത് ബിയർ സച്ച് ഗ്രീൻ ദെൻ ആൻഡ് ഹാസ് സീസ്ഡ് ടു ഡു സോ നൗ. അപ്പോൾ എന്തുകൊണ്ടാണ് എർത്ത് അങ്ങനെ ഒരു ധാന്യം അല്ലേ ക്യാരി ചെയ്തത്, എന്താ ഇപ്പോൾ അത് അവസാനിപ്പിച്ചോ? ആൻഡ് ദ സെക്കൻഡ് ഈസ്, രണ്ടാമത്തേത്, വൈ ഡസ് യുവർ ഗ്രാൻഡ് സൺ വാക്ക് വിത്ത് 2 crunches, യുവർ സൺ വിത്ത് 1 ആൻഡ് യുവർ സെൽഫ് വിത്ത് നൺ. എന്താണ് രണ്ടാമത്തെ ചോദ്യം, നിൻ്റെ ഗ്രാൻഡ് സൺ എങ്ങനെയാണ് 2 തൂങ്ങുവടിയായിട്ടാണ് നടന്നു വന്നത് അല്ലേ, നിൻ്റെ സണ്ണോ 1 തൂങ്ങുവടി, പക്ഷെ നീ എങ്ങനെയാണ് ഒന്നുമില്ലാതെയാണ് നടന്നു വന്നത്. യുവർ ഐസ് ആർ ബ്രൈറ്റ്, കണ്ണുകൾ നല്ല തിളക്കമുള്ളതായിരുന്നു. യുവർ ടീത്ത് സൗണ്ട് ആൻഡ് യുവർ സ്പീച്ച് ക്ലിയർ ആൻഡ് പ്ലസൻറ്റ് ടു ദ ഇയർ. അപ്പോൾ പല്ലെല്ലാം അല്ലേ എന്താണ് നല്ല പല്ലാണ്. പിന്നെയോ സ്പീച്ച്, സംസാരത്തിൽ നല്ല ക്ലിയറാണ്, ചെവിക്ക് ഒരു കുഴപ്പവുമില്ല. ഹൗ ഹാവ് ദീസ് തിങ്സ് കം ഔട്ട്. അപ്പോൾ എങ്ങനെയാണത് സംഭവിച്ചത്? ആൻഡ് ദ ഓൾഡ് മാൻ ആൻസേർഡ്. അപ്പോൾ ഓൾഡ് മാൻ മറുപടി കൊടുത്തു, ദീസ് തിങ്സ് ആർ സോ ബിക്കോസ് മെൻ ഹാവ് സീസ്ഡ് ടു ലീവ് ബൈ ദെയർ ഓൺ ലേബർ ആൻഡ് ഹാവ് ടേക്കൻ ടു ഡിപ്പെൻഡിങ് ഓൺ ദ ലേബർ ഓഫ് അതേഴ്സ്. ഈ സാധനങ്ങൾ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താണ്, മെന്ന് അല്ലേ അവരെന്താണ് അവസാനിപ്പിച്ചു, എന്താണ് അവരുടെ ആ കഠിനാധ്വാനം, അവർ ജീവിക്കാൻ വേണ്ടിയുള്ള അവരുടെ കഠിനാധ്വാനം അവർ അവസാനിപ്പിച്ച് ആ ജോലികളെല്ലാം മറ്റുള്ളവരിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരുന്നത്. ഇൻ ഓൾഡൻ ടൈംസ് മെൻ ലീവ്ഡ് അക്കോർഡിംഗ് ടു ഗോഡ്സ് ലോ. പണ്ടുള്ള സമയത്ത് എല്ലാവരും എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, ദൈവത്തിൻ്റെ ലോ പ്രകാരമാണ് ജീവിച്ചിരുന്നത്. They had what was their own and coveted not what others had produced. അവരുടേതായ സാധനങ്ങൾ അവരുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ മറ്റുള്ളവർക്ക് എന്തുണ്ടോ അല്ലെങ്കിൽ അവരെന്ത് പ്രൊഡ്യൂസ് ചെയ്തോ എന്നതിൽ ഒരിക്കലും അമിതമായി കൊതിക്കാറും ഉണ്ടായിരുന്നില്ല.
അപ്പോൾ അതൊക്കെയാണ് ആ പണ്ടത്തെ ആൾക്കാരുടെ ആ ഗുണങ്ങൾ, ആ ഒരു കൾച്ചർ എന്നാണ് രാജാവിനോട് ആ ഓൾഡ് മാൻ മറുപടി പറഞ്ഞത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? അതായത് ഫാമിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ആ കൾച്ചറാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കഠിനാധ്വാനം മാറ്റിവെക്കുമ്പോഴാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ കയ്യിൽ എന്തുണ്ടാവുന്നത്? പല മാറ്റങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് അല്ലേ? ഇപ്പോൾ നോക്കൂ, നല്ല കഠിനാധ്വാനം ചെയ്യുന്ന ഒരാൾ അല്ലേ, ആ ഓൾഡ് മാന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അദ്ദേഹം നോർമലായിട്ടാണ് വന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സണ്ണും ഗ്രാൻഡ് സണ്ണും എങ്ങനെയാണ് വന്നത്? ക്രഞ്ചസിൻ്റെ ഹെൽപ്പോടുകൂടി അല്ലേ, ഒരു തൂങ്ങുമരത്തിൻ്റെ ഹെൽപ്പോടു കൂടിയാണ് വന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആ കഠിനാധ്വാനത്തിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.